ഹലോ, ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ? തുടങ്ങാം. നമ്മുടെ വളരെ രുചികരമായ മട്ടൻ കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഈ മട്ടൻ കറി റെഡിയാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും മട്ടൻ കഴിക്കുന്നവരെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കമൻ്റ് അറിയിക്കണം പ്ലീസ്. 3/4 കിലോ മട്ടൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വിനാഗിരി, ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, കുറച്ച് ഇഞ്ചി. ഇതെല്ലാം കൂടെ നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 1 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. സമയമുള്ളതുപോലെ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിട്ടാണ് കറി വെക്കാറ്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ, അത് ഞാൻ കറിയായിട്ടല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ചേർക്കുന്നത്. അടച്ച് വെച്ച് നമുക്കൊരു ഹാഫ് ബോയിൽഡായിട്ട് എടുക്കണം, പകുതി വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 4.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് എരിവുള്ളതും, ഒരു ഫുള്ള് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും, കറിവേപ്പില, കുറച്ച് മുഴുവൻ സ്പൈസസ്, ഇതിലെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഏത് കറിയും മസാല മൂക്കുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ സബോളയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 2 സബോള വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം മുരിയിച്ചെടുക്കാം. ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നല്ലതായാലും ചീത്തയായാലും എല്ലാവരും കമൻ്റ് അറിയിക്കണം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ മല്ലിപ്പൊടി ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതിൽ 1.5 ടീസ്പൂൺ എരിവുള്ളതും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഉള്ളത്. ഒരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാ പൊടികളും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്ക് കറി റെഡിയാക്കി എടുക്കണം. കുറച്ച് കറിവേപ്പില ഞാൻ നല്ലോണം ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത്. അങ്ങനെ ഇതേ ചാറിൻ്റെ അളവിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കും. വളരെ രുചികരമായ കറി ട്രൈ ചെയ്യണേ.